പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥെ ആരോപിച്ചു. മോദിയും BJPയും വിദ്വേഷം വളർത്തുകയാണ്. ആക്രമണങ്ങളിൽ BJP നിശബ്ദത പാലിക്കുന്നുവെന്നും ഫോട്ടോയ്ക്കായി പോപ്പിനെ കെട്ടിപ്പിടിക്കുന്നയാളാണ് മോദിയെന്നും സുപ്രിയ ശ്രീനാഥെ പറഞ്ഞു. കോൺഗ്രസ് നേതാവാണ് സുപ്രിയ ശ്രീനാഥെ. ഗുരുതരമായ ആരോപണമാണ് BJPക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു കോൺഗ്രസ്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണെന്നുള്ളതാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥെ ആരോപിക്കുന്നത്. മോദിയും BJPയും വിദ്വേഷം വളർത്തുകയാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളാണ് ക്രിസ്മസിനോടടുപ്പിച്ച് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളിൽ BJP നിശബ്ദത പാലിക്കുകയാണ്. BJPക്കെതിരെ ഗുരുതര ആരോപണം തന്നെയാണ്. വിദ്വേഷ പ്രചരണമാണ്. BJP ആ ആക്രമണങ്ങളിൽ നിശബ്ദത പാലിക്കുന്നു. ഒപ്പം പോപ്പിനെ ഫോട്ടോയ്ക്കായി കെട്ടിപ്പിടിക്കുന്നയാളാണ് മോദി എന്നുമുള്ള ഗുരുതര ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സുപ്രിയ ശ്രീനാഥെ കോൺഗ്രസ് വക്താവ് ഉയർത്തിയിരിക്കുന്നത്. ആ വാക്കുകളൊന്ന് കേൾക്കാം. The fire of hatred that the Bharatiya Janata Party and Narendra Modi have ignited all across this country will actually end up destroying everything. So sit up and take note. Because instead of creating joy and harmony, peace and celebration everywhere during the festive season of Christmas, Modi's goons are busy intimidating and threatening people all across the country. On one hand, the Prime Minister wants to hug the Pope for a photo opportunity. He never tires of saying that he has an old connection with the Christian community. But on the other, what is happening is in sharp contrast to his words. What's happening during Christmas, right under his nose, is shameful and embarrasses India at the global stage. നാണക്കേടാണ്. ആഗോളതലത്തിൽ ഇന്ത്യക്ക് നാണക്കേടാണെന്നുള്ളതാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥെ പറയുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ആക്രമണങ്ങൾക്ക് കാരണം സംഘപരിവാറാണെന്നുള്ളതും കൂടിയാണ് ആരോപിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ സംഘപരിവാറിന് നേരെ ഉയർന്നു വരുന്നുണ്ട്. RSSന് നേരെ ഉയർന്നു വരുന്നുണ്ട്. BJPക്ക് നേരെ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണ്. പക്ഷേ അതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. അതായത് നിശബ്ദത പാലിക്കുകയാണെന്നുള്ളതാണ് കോൺഗ്രസ് വക്താവ് വ്യക്തമാക്കുന്നത്. ഫോട്ടോയ്ക്കായി മാത്രം പോപ്പിനെ കെട്ടിപ്പിടിക്കുന്നയാളാണ് മോദി എന്നുമാണ് സുപ്രിയ ശ്രീനാഥെ പറഞ്ഞത്. പരോക്ഷമായി ഒരു കടുത്ത വിമർശനം സംഘപരിവാറിന് നേരെ ഉയർത്തിയിരിക്കുന്നു. പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു കോൺഗ്രസ്.